ആർക്കാണ് സയാറ്റിക്ക വരാൻ സാധ്യത കൂടുതലുള്ളത്? സയാറ്റിക്ക ആർക്കും വരുമോ? വരാം, പക്ഷേ ചിലരിൽ റിസ്ക് വളരെ കൂടുതലാണ്. ഒരു 5 ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട്. ഒന്ന്, ഒരുപാട് നേരം ഇരിക്കുന്നവർ, ലോങ് സിറ്റിംഗ് ജോബ് ചെയ്യുന്നവർ, ദിവസം മണിക്കൂറുകളോളം ഇരിക്കുന്ന ആളുകൾ, ബാക്കിലും ഹിപ്പിലും സ്ട്രെയിൻ കൂടും. 2, ഹെവി ലിഫ്റ്റിംഗ് ചെയ്യുന്നവർ, ശരിയായ ടെക്നിക്കില്ലാതെ ഭാരം ഉയർത്തുന്നത് ബാക്കിന് കണ്ടമാനം സ്ട്രെസ് ഉണ്ടാക്കും. ഇനി ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾ, അധികമായിട്ട് വെയ്റ്റ് സ്പൈനിൽ മെക്കാനിക്കലായിട്ടുള്ള ലോഡ് കൂട്ടും. പക്ഷേ വെയ്റ്റ് കൂടുതലുള്ള എല്ലാവർക്കും സയാറ്റിക്ക വരണമെന്നൊന്നുമില്ല. പ്രായം കൂടുന്നവർക്കനുസരിച്ചിട്ട്, ഇനി പ്രായം കൂടുന്ന അനുസരിച്ചിട്ടുള്ള ഡീജനറേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസും ഉണ്ടാക്കും. ചിലരിൽ നെർവിൻ്റെ കംപ്രഷൻ അതുണ്ടാക്കും എന്നുള്ളതാണ്. ഇനി 5, ബാക്കിൽ പ്രോബ്ലം ഉള്ളവർ, നേരത്തെ ഡിസ്ക് റിലേറ്റഡ് ആയിട്ട് ബാക്ക് ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളിൽ ഇതിൻ്റെ റിസ്ക് കൂടും. ഓർക്കേണ്ടത് ഇതാണ്, സയാറ്റിക്ക എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം വരുന്നൊരു അവസ്ഥയല്ല, രോഗമല്ല. റിസ്ക് ഫാക്ടേഴ്സ് അറിഞ്ഞ് പ്രിവെൻഷൻ്റെ ആദ്യ പടികൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സയാറ്റിക്ക ഒഴിവാക്കാനും സ്പൈൻ ഹെൽത്ത് മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഇത്തരം പ്രാക്ടിക്കലായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും ഒക്കെ ആയിട്ട് ടിപ്സ് കിട്ടാൻ ഈ പേജ് ഫോളോ ചെയ്യാം. കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ മാസ്റ്റർ ക്ലാസ് ജോയിൻ ചെയ്യാവുന്ന ലിങ്ക് ബയോയിലുണ്ട്.